രാഹുൽ മാങ്കൂട്ടമൊക്കെ ഏത് മാങ്കൂട്ടം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നൊക്കെ എന്നെ എടുത്തു കളഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തൊരു പ്രശ്നമൊന്നുമല്ല. മാങ്കൂട്ടങ്ങൾ അപ്പുറത്തുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങളുടെ ആൾക്കാരെടുത്ത് കളഞ്ഞു. പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. 55 സീറ്റ് വരെ ജയിക്കുന്നതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. ഇത്തവണ BJP 3ാം സ്ഥാനത്തേക്ക് പോകും. ഇവിടെ അധികാരം പിടിക്കുന്ന പറയുന്നവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ പകുതി സീറ്റ് പോലും ഇത്തവണ കിട്ടില്ല. ഇപ്പോൾ ആകെ BJPനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കാരണം അവരെ കാണിച്ചത് പേടിപ്പിക്കുകയാണ് ഞങ്ങളുടെ വോട്ട് കളയാൻ വേണ്ടി. അതിൽ രണ്ടുപേരൊന്നാണ്. പക്ഷെ അതൊന്നും ഇവിടെ നടക്കില്ല. ഇന്നലെയൊക്കെ പല വീടുകളിലും ചെന്നിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ BJPനെ അധികാരത്തിൽ വരുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. BJPക്കാർക്ക് തന്നെ അവർ അധികാരത്തിൽ വരുന്ന ഒരു പ്രതീക്ഷയില്ല. അവർ തന്നെ പലരും പറയുന്നത് കഴിഞ്ഞ തവണത്തിനേക്കാൾ പകുതി പോലും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാ അവരെ ബൂസ്റ്റപ്പ് ചെയ്യേണ്ട കാര്യം എന്താ? അതായത് ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ BJP 3ാം സ്ഥാനത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതൊക്കെ തിരിച്ചടിയാവില്ലേ? രാഹുൽ മാങ്കൂട്ടമൊക്കെ ഏത് മാങ്കൂട്ടം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നൊക്കെ എന്നെ എടുത്തു കളഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തൊരു പ്രശ്നമൊന്നുമല്ല. മാങ്കൂട്ടങ്ങൾ അപ്പുറത്തുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങളുടെ ആൾക്കാരെടുത്ത് കളഞ്ഞു. അത് തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ബാധിക്കില്ല. മാത്രമല്ല, അപ്പുറത്താണല്ലോ കുറേ ആൾക്കാരുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടും ബാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തവണ നല്ല പ്രതീക്ഷയാണ്. ഇത്തവണ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കും. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും രാഹുൽ ഇപ്പോൾ MLA ആണ്. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ വിപ്പ് കൊടുക്കാൻ പോലും കഴിയില്ല. അതാണ് പുറത്താക്കലും സസ്പെൻഷനായിട്ടുള്ള വ്യത്യാസം. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിപ്പിൻ്റെ നിയന്ത്രണത്തിൽ വരും. പക്ഷേ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഇപ്പോൾ പുറത്താക്കാൻ ചിലരൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇറക്കുന്നുണ്ടല്ലോ. പുറത്താക്കലില്ല, അങ്ങനെയുള്ളവരൊന്നും പുറത്താക്കില്ല. എന്നാൽ സദാചാര വിരുദ്ധ പ്രവൃത്തി ആര് കാണിച്ചാലും പുറത്താക്കും. പക്ഷേ എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റ് പോലും ഈ വിഷയത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുക? ഞാൻ ചോദിക്കാൻ, പുറത്താക്കിയ ആളോട് പിന്നെ പറയുകയാണോ? പിന്നെ ആൾ വിളിച്ച ആളോട് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ബന്ധവുമില്ല. പിന്നെ സ്പീക്കറാണ് മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഏതായാലും വിധി വരട്ടെ. അതിജീവയ്ക്കൊപ്പമാണ് സമൂഹം എപ്പോഴും. അത് കോടതിയുടെ അനുകൂലമായിട്ട്, അതിജീവയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുന്നതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.